ഇതാ വെടിനിർത്തൽ ധാരണയിലെത്താൻ ഇന്നലെ ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിൽ ലോകത്തിന് മുൻപിലേക്ക് ഇന്ത്യയും പാകിസ്ഥാനുമുള്ള പ്രശ്നം അവസാനിക്കാൻ പോകുന്നു, വെടിനിർത്തൽ സംഭവിക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ചത് മറ്റാരുമായിരുന്നില്ല, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു. പക്ഷേ ഒരു മൂന്നാം കക്ഷി ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള പ്രശ്നത്തിൽ ഇടപെട്ടില്ല എന്ന് ഇന്ത്യ ആവർത്തിച്ചു പറയുന്നതും നമ്മൾ കേട്ടു. അതിനിടയിലാണ് ഇപ്പോൾ ട്രംപ് വീണ്ടും തന്റെ നിലപാട് ആവർത്തിക്കുന്നത്. ഇടപെട്ടിട്ടുണ്ട്, സമവായത്തിന് വേണ്ടി മുൻകൈയെടുത്തത് അമേരിക്കയാണ് എന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട്. ചർച്ചകൾ നടന്നുവെങ്കിലും ഇരു രാജ്യങ്ങളുമായി കൂടുതൽ വ്യാപാര കരാറുകളിലേക്ക് ഇനി പോകാൻ ആലോചിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ പറയുകയാണ്. കശ്മീർ വിഷയം പരിഹരിക്കാൻ സഹായിക്കുമെന്ന് കൂടി ട്രംപ് പറയുകയാണ്. നമുക്കത് എത്രത്തോളം സ്വീകാര്യമാണ് ഒരു കാലഘട്ടത്തിലും മറ്റൊരു രാജ്യത്തെ ഇടപെടാൻ ഇന്ത്യ അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ്. അവിടെയാണ് ഇങ്ങനെയൊക്കെ ഇപ്പോൾ ട്രംപ് പറയുകയും ചെയ്യുന്നത്. കൂടുതൽ രാജ്യങ്ങൾ ഈ ഒരു വെടിനിർത്തൽ കരാർ തന്നെ സ്വാഗതം ചെയ്തുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. അനൂപ് ദാസ് ഉണ്ട് ഡൽഹിയിൽ നിന്ന്. അനൂപ്, മൂന്നാമതൊരു കക്ഷിയെ കശ്മീർ വിഷയത്തിൽ ഒരിക്കലും ഇടപെടാൻ അനുവദിക്കാറില്ല. ഇന്നലെ തന്നെ അങ്ങനെ ഒരു മൂന്നാം കക്ഷി ഇടപെട്ടിട്ടില്ല. പാകിസ്ഥാൻ ആദ്യം ചർച്ചയ്ക്കായി പാകിസ്ഥാൻ വിളിച്ചു, അതിന് പിന്നാലെയാണ് വെടിനിർത്തൽ എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, അമേരിക്കൻ ഇടപെടൽ വലിയ തോതിൽ അമേരിക്കയുടെ പങ്കുണ്ടായി എന്ന് ട്രംപ് ആവർത്തിച്ചു പറയുകയാണല്ലേ? അതെ, അമേരിക്കയുടെ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു സമാധാനം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ ഉണ്ടായത് എന്ന് ട്രംപും അതേപോലെ തന്നെ വൈസ് പ്രസിഡന്റ് JD വാൻസും ഒക്കെ പലതവണയായി പറയുന്നുണ്ട്. പക്ഷേ അത് നിഷേധിച്ച്, അങ്ങനെയല്ല, ഇങ്ങനെയാണ് നിഷേധിച്ച് നമ്മുടെ പ്രധാനമന്ത്രിയോ അതല്ലെങ്കിൽ വിദേശകാര്യമന്ത്രിയോ രംഗത്ത് വരുന്നത് കാണുകയും ചെയ്തിട്ടില്ല. ട്രംപ് ഇപ്പോൾ ഏറ്റവും ഒടുവിലാണ് ഞാൻ ഇടപെട്ടിട്ടാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഇടപെട്ടിട്ടാണ് ഇങ്ങനെ ഒരു സമാധാനം പുലർന്നത് എന്ന് പറഞ്ഞത്. പ്രതികരണം ഇപ്പോൾ 11 മണിക്ക് വാർത്താ സമ്മേളനം ഉണ്ട്. പക്ഷേ ആ വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യത്തിൽ മറുപടി പറയാൻ സാധ്യതയില്ല. ഇതൊരു രാഷ്ട്രീയ നേതൃത്വം, ലോകത്തെ പ്രധാനപ്പെട്ട ഒരു രാജ്യത്തിന്റെ രാഷ്ട്രീയ നേതൃത്വം പറഞ്ഞ ഒരു കാര്യമാണ്. ആ കാര്യത്തിന് ഇന്ത്യയിലെ രാഷ്ട്രീയ നേതൃത്വം തന്നെയായിരിക്കും മറുപടി പറയുക, അതല്ലെങ്കിൽ അക്കാര്യത്തിലെ നിലപാട് എന്ത് എന്ന് വ്യക്തമാക്കുക. എന്തായാലും നേരത്തെ അക്ഷയ് തന്നെ ചൂണ്ടിക്കാണിച്ച പോലെ ഈ കശ്മീരിന്റെ കാര്യത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും അല്ലാതെ മൂന്നാമതൊരു കക്ഷി വന്ന് ഇടപെട്ട് എന്നാൽ പിന്നെ ചർച്ച നടത്തി കളയാം, നിങ്ങൾ വരൂ എന്ന് പറഞ്ഞു വരുന്നതിനെ ഒരിക്കലും ഇന്ത്യ സ്വാഗതം ചെയ്തിട്ടില്ല. അത് ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമാണ് കശ്മീർ, അത് ഞങ്ങൾ തന്നെ കൈകാര്യം ചെയ്തോളാം എന്നുള്ള നിലപാടാണ്. ഇക്കാര്യത്തിലും ട്രംപോ അതല്ല ചൈനയോ തന്നെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളോ തന്നെ ഇടപെട്ട് വന്ന് ഞങ്ങൾ മധ്യസ്ഥത വഹിക്കാമെന്ന് പറഞ്ഞാൽ അതിനെ അനുകൂലിക്കാൻ ഇന്ത്യ തയ്യാറാവില്ല. ഇത്രയും കാലമുള്ള നിലപാട് അതാണ്. ആ നിലപാടിൽ നിന്ന് നരേന്ദ്രമോദി സർക്കാരിന് ഏതെങ്കിലും നിലയിലുള്ള മാറ്റം ഇതുവരെ വന്നിട്ടുമില്ല. ഇനി വരുമോ എന്നത് അങ്ങനെയുള്ള സൂചനകളുമില്ല. എന്തായാലും സമാധാനം പുലർന്നു ഇപ്പോൾ എന്നതാണ് ആശ്വാസമുള്ള കാര്യം. ഇന്നലെ രാത്രി 11:30 ശേഷം ഈ കുഴപ്പമുള്ള മേഖലകളിൽ നമ്മുടെ അതിർത്തി പ്രദേശത്ത് ഒരിടത്തും വെടിവെച്ചകൾ കേട്ടിട്ടില്ല. ജനങ്ങൾ പലയിടങ്ങളിലും തിരികെ ഭയമുണ്ടവർക്കെങ്കിലും തിരികെ ഞങ്ങളുടെ വീടുകൾക്ക് എന്ത് പറ്റി, കുഴപ്പമുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി പലരും ക്യാമ്പുകളിലുള്ള ആളുകൾ കുറച്ചുപേരെങ്കിലും ഈ സ്ഥലങ്ങളിലേക്ക് അതിർത്തി പ്രദേശങ്ങളിലേക്ക് പോയി തുടങ്ങിയിട്ടുണ്ട്. അമേരിക്കയുടെ ഇടപെടൽ ഇന്ത്യ പാക് സമാധാനത്തിന് കാരണമായി എന്ന നിലപാട് ആവർത്തിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. I am proud that the USA was able to help you arrive at this ഹിസ്റ്റോറിക് ആൻഡ് ഹീറോയിക് ഡിസിഷനിൽ അമേരിക്കയുടെ പങ്കിൽ ഞാൻ പ്രൗഡാകുന്നു, ഞാൻ അഭിമാനം പുളകിതനാകുന്നു എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. ഇന്ത്യ നിഷേധിക്കുമ്പോൾ വെറുതെ അങ്ങ് വിട്ടുകളയാൻ ട്രംപ് തീരുമാനിക്കില്ല. ട്രേഡ് കരാറുകൾ അത് കൂടുതൽ ഇനി അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകും. വ്യാപാര സാധ്യതകൾ കൂടി തുറന്നിടുകയാണ്, അത്രയും സാധ്യതകൾ കൂടി ഓപ്പറേറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ അമേരിക്ക എന്ന് കൂടി പറയാം. അതിനൊപ്പം തന്നെ നമ്മൾ അംഗീകരിക്കാത്ത വിഷയത്തിലേക്ക് കൂടി ട്രംപിന്റെ പരാമർശം വരുന്നുണ്ട്. അഡീഷണലി ഐ വിൽ വർക്ക് with you both to see if after 1,000 years a solution can be arrived at concerning Kashmir. കശ്മീരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെടാനുള്ള സാധ്യതകൾ കൂടി ട്രംപ് തുറന്നിടുകയാണ്. അമേരിക്കൻ ഇടപെടൽ ആ വിഷയത്തിലും ഉണ്ടാകും എന്ന ധ്വനിയാണ്, ഉണ്ടാകും എന്ന ആത്മവിശ്വാസമാണ് ട്രംപിന്റെ വാക്കുകൾ. പക്ഷേ ഇന്നലെ നിഷേധിക്കുന്ന ഒരു സാഹചര്യത്തിലായിരിക്കണം ട്രംപ് ഇന്ന് വീണ്ടും വലിയ വിശദാംശങ്ങളോട് കൂടി തന്നെ ഞാൻ ഇതിൽ അഭിമാനം കൊള്ളുന്നു എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഈ തരത്തിലൊരു എക്സിൽ ഒരു പോസ്റ്റ് ഇടാൻ ട്രംപ് തയ്യാറാകുന്നത്. ട്രംപ് സ്വാഭാവികമായിട്ടും ട്രംപിന്റെ ഭാഗത്ത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ.